ദേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഇന്നീ സ്റ്റേജിൽ കയറിയ നാണം കേടും, കരയും, 8 നിലയിൽ പൊട്ടിക്കരയും, ആ വേദി വിട്ട് പോവുകയും ചെയ്യും. അതിനൊന്നും ഇടവരുത്താതെ അന്തസ്സായി ഈ മത്സരത്തിൽ നിന്ന് നിനക്ക് പിന്മാറാനുള്ള അവസാനത്തെ അവസരമായത്. കൂടുതൽ ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. വേഗം ചാനലുകാരെ കണ്ട് നിന്റെ പിന്മാറ്റം എനിക്ക് അറിയിക്കാനുണ്ട്. പിന്മാറാനാണെങ്കിൽ പിന്നെ ഇവിടെ വരെ വരേണ്ട കാര്യം എന്തായിരുന്നു? എടി ദേ നീ തോറ്റുപോകും. വെറുതെ നാണം കെടണ്ട. എന്നോടൊപ്പം ദേ അരുന്ധതി മേഡം ഉണ്ട്. നീ വെറുതെ മത്സരിക്കാനൊന്നും നോക്കണ്ട. നീ തോറ്റ് തുന്നം പാടും. ഐശ്വര്യടുത്തി, ഞാൻ എൻ്റെ അഖിൽ സാറിന്റെ കൂടെയാ വന്നത്. അഖിൽ സാറിനെയും എന്നെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത് ചാനലുകാരും. ഐശ്വര്യടുത്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ചാനലുകാരുടെ വാക്ക് പറഞ്ഞത് അഖിൽ സാറാ. അഖിൽ സാറിന്റെ വാക്കിന് ചെറിയ വിലയല്ല ഉള്ളത്. നീ തർക്കിച്ച് ജയിക്കുവാണോ? മത്സരിച്ച് ജയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. എടുത്തി, ഇത് മറ്റൊരു സ്ഥലം. ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കി ഐശ്വര്യ എടുത്തി വെറുതെ നാണം കെടരുത്. ഐശ്വര്യ എടുത്തി മാനസികമായിട്ട് എത്ര എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല. ഈ മത്സരത്തിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. എന്നെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണനുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാനത് ജയിക്കും. അത് കണ്ട് ഐശ്വര്യടുത്ത് വിഷമിക്കരുത്. മത്സരം ആരംഭിക്കുകയാണ്. ആദ്യം മനപ്പൊരുത്തം റൗണ്ട്. മനപ്പൊരുത്തം റൗണ്ടിൽ 6 വീതം ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് ഭർത്താവിനോട് 6 ചോദ്യം, അതേപോലെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് ഭാര്യയോട് 6 ചോദ്യം. ജയിക്കുന്ന മുറയ്ക്കായിരിക്കും മത്സരാർത്ഥികൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത്. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ? അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഇത് മനപ്പെടുത്തുന്നുണ്ടാ. നിനക്ക് എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും അറിയാവോ? ഇതിൽ ജയിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്ത് വഴി? ഇതിലൂടെ പറഞ്ഞാ മതി. എനിക്കൊന്നും വേണ്ട. ഞാൻ ബ്ലൂടൂത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ പറഞ്ഞോളാം. ദേ അരുണേ, ഇത് നമ്മൾ ജയിച്ചേ പറ്റൂ. ബ്ലൂടൂത്ത് വെക്കാതെ ഒന്നും നടക്കില്ല. ശരി, ഇതൊക്കെ നാണക്കേടാ. എനിക്കിതൊന്നും വെക്കാൻ പറ്റില്ല. ഞാൻ അല്ലാതെ തന്നെ ഉത്തരങ്ങൾ പറഞ്ഞോളാം. അരുൺ അങ്ങനെ പറഞ്ഞോ? പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇത് വെക്ക് പ്ലീസ്. ഇവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാ മത്സരാർത്ഥികളും ജഡ്ജസിന്റെ അടുത്ത് ചെന്ന് ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, ആദ്യം ഭർത്താക്കന്മാർ, അതിനുശേഷം ഭാര്യമാർ, അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ഭർത്താക്കന്മാർ ഒരു സൈഡിലേക്കും ഭാര്യമാർ മറ്റു സൈഡിലേക്കും മാറി നിൽക്കാം. ഓക്കെ,
മാഡം, ഇവിടെ ആരോ വേറെ എന്തോ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര ഡിസ്റ്റർബൻസ്. നിങ്ങൾ ആരെങ്കിലും വേറെ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കേ, ഇത് ഇവിടെ അനുവദനീയമല്ല. സോറി. ലാസ്റ്റ് വാർണിംഗ് ആണിത്. ഇതൊരു ഒഫൻസ് ആണ്. നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. സോറി മാഡം. എല്ലാ കപ്പിൾസും അവരുടെ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മനപ്പൊരുത്തം റൗണ്ട്. ആദ്യം മത്സരിക്കുന്നത് അരുൺ ആൻഡ് ഐശ്വര്യ. പ്ലീസ് മുന്നോട്ട് വരൂ. അപ്പോ രണ്ടുപേരും റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം അരുണിനോടാണ്. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? കഭി കഭി എന്ന ഹിന്ദി ഗാനം. അരുൺ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ഐശ്വര്യയോടാണ്. അരുണിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അതേതാണെന്നാണ്? മിഥുനം. ഉത്തരം തെറ്റാണല്ലോ. നിങ്ങൾ ഒരുമിച്ച് സിനിമകളൊന്നും കാണാറില്ലേ? അങ്ങനെ മനപ്പൊരുത്തം റൗണ്ട് അവസാനിക്കാറായിരിക്കുന്നു. ലാസ്റ്റ് കപ്പിൾസ് ശ്യാമ ആൻഡ് അഖിൽ. ആദ്യത്തെ ചോദ്യം അഖിലിനോടാണ്. ശ്യാമയുടെ പ്രിയപ്പെട്ട നിറം അതേതാണ്? ബ്ലൂ.
ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്യാമയുടെ. അഖിലിന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏത്? അതിപ്പോ വസ്ത്രങ്ങളാവാം, വാഹനങ്ങളാവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, റിസ്റ്റ് വാച്ച്. ഉത്തരം ശരിയാണ്. മനപ്പൊരുത്തം റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത റൗണ്ടിന് മുൻപ് ജഡ്ജസിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് അഖിലും ശ്യാമയുമാണ്. മേഡ് ഫോർ ഈച്ച് അതർ എന്ന് തോന്നിക്കുന്ന വിധമായിരുന്നു ഇരുവരുടെയും പ്രകടനം. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ട് ട്രഷർ ഹണ്ട് ആണ്. ട്രഷർ ഹണ്ട് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഓരോ കപ്പിൾസിന്റെയും ബാഗുകളിൽ നിങ്ങൾ അറിയാതെ ഞങ്ങൾ ഓരോ ക്ലൂ വെച്ചിട്ടുണ്ട്. ആ ക്ലൂവിൽ നിന്നും നിങ്ങൾ ഓരോ കളറുകൾ കണ്ടുപിടിക്കണം. ആ കളർ ഏതാണെന്ന് ജഡ്ജസിനെ അറിയിക്കണം. അത് അറിയിക്കാൻ വേണ്ടി സ്റ്റേജിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിൽ പലതരം കളറുകളാണ് ഉള്ളത്. നിങ്ങൾ ക്ലൂവിൽ നിന്നും കണ്ടെത്തുന്ന കളർ ഏതാണെന്ന് ഈ ബൗളിൽ നിന്നെടുത്ത് കളർ ചൂണ്ടിക്കാട്ടി ജഡ്ജസിനെ ബോധ്യപ്പെടുത്തണം. ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അതായത് 10 മിനിറ്റ് ആണ് ഈ കോമ്പറ്റീഷന് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 10:30. മത്സരം ആരംഭിച്ചിരിക്കുന്നു. ശ്യാമ, ഒരു മിനിറ്റ്. ഐശ്വരി, എന്താ കാര്യം? വാ. ഈ ബാഗിൽ നിന്ന് നമ്മുടെ ക്ലൂ ഇങ്ങെടുത്ത്. ഐശ്വരി, നീ എന്തിനാ അവരുടെ ബാഗ് തുറന്നു നോക്കുന്നേ? അത് പറയാം. നമ്മുടെ ബാഗിൽ നിന്ന് നമ്മുടെ ക്ലൂ കിട്ടിയോ? ആ, കിട്ടി. ഐശ്വരി, നീ എന്താ കാണിക്കുന്നേ? ഇത് അവരുടെ ക്ലൂ അല്ലേ? അവർക്ക് ക്ലൂ ഒന്നും വേണ്ട, അവര് തോൽക്കട്ടെ. ഐശ്വരി, ഞാൻ ഇത്രയും ചതിക്കൊന്നും കൂട്ടു നിൽക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാ. എന്നെ അതിനൊന്നും കിട്ടത്തുമില്ല. ഒന്നും മിണ്ടാതിരിക്കരുണേ, ഇതൊരു മത്സരമാണ്. ഇത്തരം നെറികേടുകളൊക്കെ കാണിച്ചാലേ മത്സരത്തിൽ ജയിക്കാൻ പറ്റൂ. ഇത്തരം നെറികേടുകളൊന്നും കാണിച്ച് എനിക്ക് ഈ മത്സരത്തിൽ ജയിക്കണ്ട. അവരെന്റെ പ്രിയപ്പെട്ട അനുജനും അനുജത്തിയാ. അനുജനും അനുജത്തിയൊക്കെ അങ്ങ് വീട്ടില്. ഇത് കോമ്പറ്റീഷനാ. ദയാരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാറ്റിക്കാനാണ് പ്ലാനെങ്കിലേ ഞാൻ വല്ല കടുങ്കയും ചെയ്തു കളയും കേട്ടോ.
വാ. ശ്യാമ, വേഗം ബാഗിന് ക്ലൂ എടുക്ക്. 10 മിനിറ്റ് റിപ്പോർട്ട് ചെയ്യണം. എന്താ ശ്യാമേ? കാണുന്നില്ല സാർ. എന്ത് കാണുന്നില്ലെന്നോ? വേഗം വാ. സാർ, ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട് സാർ. ചതിയോ? അതെ. ഏട്ടനുള്ളപ്പോ ഐശ്വര്യ എടുത്തിട്ട് ചതിയൊന്നും നടക്കില്ല. അതിന് ഏട്ടൻ സമ്മതിക്കത്തില്ല. ആ ബാഗിനൊക്കെ മുഴുവനും നമ്മൾ നോക്കിയതല്ലേ, അതിലെന്തായാലും ഇല്ല. എല്ലാവർക്കും കിട്ടി, നമുക്ക് മാത്രം അത് കിട്ടാതെ വന്നെങ്കില് ഇത്ര പെട്ടെന്ന് ആര് എങ്ങനെ? വിഷമിക്കാതെ. ഈ മത്സരങ്ങളിലും ഇതുപോലെ ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. ഐശ്വര്യ, ഐശ്വര്യ എടുത്തിയ ക്ലൂ എഴുതിയ പേപ്പർ ഇപ്പോ കീറിക്കളഞ്ഞാണ്. വിഷമിക്കാതെ ശ്യാമേ. ഏട്ടനും ഇടത്തും ജയിച്ചാലും നമുക്ക് സന്തോഷമല്ലേ? നമ്മുടെ വീട്ടിലേക്കല്ലേ ആ ട്രോഫി വരുന്ന. അതെ. തനിക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. അത്ര വലിയ മനസ്സല്ലേ തൻ്റെത്. എനിക്കങ്ങനെ വിശാല ഹൃദയനാകാനൊന്നും പറ്റില്ല. പക്ഷെ തനിക്കതിന് കഴിയും. അരുണിന് വല്ലതും പിടികിട്ടിയോ? അസ്തമയ സൂര്യൻ. ഞാനിപ്പം ഇതിനെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നത്. ഇതേ കണ്ടോ, എന്റെ അനുജനും അനുജത്തെയും വിഷമിച്ച് നിൽക്കുന്നത് കണ്ടോ? ഓ, അനുകമ്പ, സിമ്പതി. അനുകമ്പ ഉണ്ടടി, സ്നേഹമുണ്ട്. അവന്റെ എന്റെയും ചോര ഒന്നാ. അതുകൊണ്ട് തന്നെയാ. നിനക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. നീ ഒരു മൃഗം പോലും അല്ല, ഏതോ ഒരു അപൂർവ ജീവി. അരുൺ, ഐശ്വര്യ, വേണ്ട, ഇത് ചാനലായിപ്പോയി. അതുകൊണ്ട് ഞാനിതങ്ങ് വിഴുങ്ങുവാ. വാ, വരാൻ.